സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ ലളിതമായ ഒരു അറിവാണ് ഞാൻ നൽകുക. പലർക്കും മൂത്ര തടസ്സം, മൂത്രാശയ കല്ലുകൾ വരാറുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കരിമ്പിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞത് 15 മില്ലി, അത്രയും തന്നെ ഇഞ്ചിനീരും ചേർത്ത് ദിവസം ഒരു നേരം, അങ്ങനെ ഒരു 10-20 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ കല്ലുകളെ പൊടിക്കാനും മൂത്ര തടസ്സത്തെ മാറ്റാനും കഴിയും. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണിക്കൊന്നയാണ്. കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്. അഡ്രസ്സ് ഇന്ന് തന്നെ ഇടുക. നാളത്തെ ചോദ്യം ഇതാണ്. നമ്മൾക്ക് ദേഹത്ത് ചൊറിച്ചൽ വരുന്ന ഒരു ചെടിയുണ്ട്. ആ ചൊറിച്ചലിനെ എതിർക്കാൻ ഒരു ഔഷധ ചെടിയുമുണ്ട്. ഏതായിരിക്കും അത്? ശരി ഉത്തരം അടുത്ത ദിവസങ്ങളിൽ ഇതേ സമയത്ത് നൽകും വരേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൺലൈൻ ക്ലാസ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബാച്ച് നടന്ന് നമ്മളുടെ പകുതിയല്ല, ഒരു മാസം പിന്നിട്ടു. എല്ലാ ബുധനും നവംബർ ആദ്യ ആഴ്ച ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ നടക്കുക. ആ സമയം 3:30 മുതൽ 4 മണി വരെയാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സും അന്നേരം കയറാൻ പറ്റാത്തവർക്ക് കിട്ടും. ഈ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു. ആ ഓൺലൈൻ ക്ലാസ് എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഈ സമയം കേൾക്കാം. നമസ്കാരം, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. കഴുത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അത് ഗ്രൂപ്പിലിട്ടതാണ് എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ കഴിയും, സ്വസ്ഥമായിട്ടും കേൾക്കാൻ കഴിയും. തൈറോയിഡിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ധാരാളം അബദ്ധ ധാരണകൾ ഇല്ലാതായി തീർത്തി അതിനെ നമ്മൾ ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ അത് വളരെ മാരകമായേക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയ വളരെ ലളിതമായ എന്നാൽ സമഗ്രമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് സാർ അവതരിപ്പിച്ചത്. ഇതിൽ എനിക്കത് മിസ്സായി പോയിരുന്നു. എങ്കിൽ വീണ്ടും അയച്ചു തന്നു. അത് കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എന്ന് മാത്രമല്ല വലിയ ആശ്വാസവും തോന്നുക. എനിക്ക് തൈറോയിഡ് സംഗതികളില്ല എങ്കിൽ പോലും ഇത്തരം പലരെയും എൻ്റെ ചുറ്റുപാടിലും പരിചയമുള്ളവരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ സാധനം ഇൻഫോർമേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നൊരു ചരിതാർത്ഥത്തിലാണ് ഞാൻ. വലിയ സന്തോഷം. സാറിന് എല്ലാവിധ നന്മകളും നേരുന്നു. ഇത് സമഗ്രമായിട്ടുള്ള നല്ല ഫലപ്രദമായ ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു ക്ലാസ്സെങ്കിലും നമുക്ക് വൈദ്യരുടെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു തീരാ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് വൈദ്യർ പറഞ്ഞു തരുന്നത്. നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് വൈദ്യരുടെ ക്ലാസ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഈ അടുത്ത ബാച്ച് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കുചേരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി അറിവുകൾ 100% നിങ്ങൾക്ക് ലഭ്യമാകും. തന്നെയുമല്ല, ഒരു ഫ്രീ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും 5, കഴിഞ്ഞ ദിവസം കുറേ പേരുണ്ടായിരുന്നു, 5 പേര് ദിവസം ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.